ഇന്ന് നമ്മുടെ അബ്രൂമത്തിന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ പള്ളിയിൽ പോയി ഫുഡ് വയ്ക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഡെക്കറേഷനിലേക്ക് അങ്ങോട്ട് കടന്നു കേട്ടോ. ഡെക്കറേഷൻ തുടങ്ങിയതും ആദ്യം അബ്രും കൂടി ബലൂണുകൾ എടുത്തുകൊണ്ട് പോവായിരുന്നു. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ വീർപ്പിച്ചു എന്നുള്ളതാ സത്യം. അപ്പം ഞാൻ ചേട്ടായിയുടെ അടുത്ത് പറഞ്ഞു ആദ്യത്തിന് കൊണ്ടെങ്ങനെങ്കിലും പൊക്കോളാം. കേക്ക് വാങ്ങിച്ച് വന്നിട്ടും എൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ചേട്ടായും കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. നമ്മൾ ബലൂൺ ഭിത്തിയിൽ വെക്കുന്നതും ബലൂൺ താഴ്ത്തിക്ക് വീഴായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ അങ്ങനെ ഫിറ്റ് ചെയ്തു കേട്ടോ. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ഡ്രസ്സ് ഉണ്ടാ. എങ്ങനെ നന്നായിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇടാൻ നല്ല സുഖം കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയൽ ആയിരുന്നു, ലൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക്. നമ്മൾ രൂപത്തിൻ്റെ അവിടെ ലൈറ്റ് ഇട്ടതും ഒരാൾ കൈ കൂപ്പി പ്രാർത്ഥന തുടങ്ങിയിട്ടാ. എവിടെ ദൈവത്തിൻ്റെ രൂപം കണ്ടാലും അതിപ്പോൾ പ്രാർത്ഥിക്കട്ടോ. എനിക്ക് തന്നെ അതിശയം തോന്നാറുണ്ട് ഇടയ്ക്ക്. അപ്പോഴേക്കും വീട്ടിൽ നിന്ന് അപ്പച്ചനും അമ്മച്ചി നാത്തൂനും എല്ലാവരും കൂടി വന്നു കേട്ടോ. അമ്മച്ചിയാണെങ്കിൽ അമ്മച്ചിക്ക് ഒരു കംപ്ലൈൻറ്റ്, അമ്മച്ചിയുടെ സാരി ഒതുങ്ങിയില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പോഴേക്കും നമ്മൾ വിചാരിച്ചു ഇനി ലേറ്റ് ആക്കണ്ട, കാരണം 1 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. 1 മണിയാകുമ്പോഴേക്കും പിള്ളേർ വാശി പിടിച്ച് കഴിഞ്ഞാൽ കേക്ക് കട്ടിങ് പരിപാടി നടക്കില്ല. അപ്പോൾ വേഗം ആ പരിപാടി അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ച് വേഗം നമ്മൾ അവരോട് പറഞ്ഞു കേക്ക് കട്ട് ചെയ്യാന്ന്. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയൊക്കെ എത്തിച്ച് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുവിട്ടാ. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പിള്ളേർ പിടിപ്പിച്ചപ്പോൾ അബ്രുവിൻ്റെ കൈ പിടിക്കാൻ ഞാൻ മറന്നു പോയിട്ടാ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഈ പ്രാവശ്യം വലിയ അറ്റാക്കിങ് ഉണ്ടായിരുന്നില്ല. നമ്മൾ 2 പേരെ കൈ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് മിഠായി ഒക്കെ എടുത്തുകൊണ്ട് പോയി. പിന്നെ കേക്ക് തീറ്റ തുടങ്ങിയിട്ടാ. ചേട്ടന്മാർക്ക് കേക്ക് തിന്നാൻ ഭയങ്കര ഒത്തൊരുമയാണ്. വേറെ എന്ത് ഫുഡ് കൊടുത്താലും തിന്നില്ല. ഇപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഇലയിൽ ചോറൊക്കെ കൊടുത്തു. ബർത്ത്ഡേക്ക് അല്ലേ 3 പേര് ഇരുത്തി കൊടുത്ത് നമ്മളും ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിക്കൽ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും ചേട്ടന്മാർ വീണ്ടും ഇറങ്ങി കളിക്ക് വേണ്ടിയിട്ട്. സൈക്കിളിനും വണ്ടിക്കും തമ്മിലുള്ള തല്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് അമ്മച്ചി ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞ് ഒരു 5 മണി 6 മണി ആവാറായപ്പോഴേക്കും അവരും തിരിച്ചു പോയി. നമ്മുടെ ബർത്ത്ഡേ ആഘോഷം അങ്ങനെ ചെറിയ രീതിയിൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ സി യു.